മാളവ്യ തന്നെ ആരെ കൊണ്ട് കടത്തി വിട്ടത്? വാച്ച്മാൻ. കടന്നു പോളൂ. കൈരേഖ പോയി. സാറ് കോപിക്കരുത്. സാറിന്റെ മുഖം നോക്കി ഞാനിപ്പോ 2 ലക്ഷണം പറയാം. എടാ പോളെ, സാറിന് ഉടനെ തന്നെ ഒരു കല്യാണം നടക്കാൻ പോകുന്നു. അതും ലവ് മാരേജ്, പ്രേമ വിവാഹം. നീ വെക്ക്. പറയടോ. നാളെന്താ? അശ്വതി. അശ്വതി. അശ്വം കുതിര. അശ്വതി അതായത് കുതിരതി. കാണുന്നില്ലല്ലോ. കോഫി നോക്കണ്ട, ഇത് ഷുഗർ ഇടാത്ത കോഫിയാ. കാപ്പിയല്ല നോക്കിയത്, ആ സുഖുവിനെ കാണുന്നില്ലല്ലോ. சுகு 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 do you know உங்களுக்கு தெரியுமா இந்த சுகு ஏ தரக்காராണെന്ന്? தெரியும் தெரியும், നല്ല ഒന്നാം തരക്കാരനാ. ഊരും പേരും தெரியாதவனൊന്നും വീട്ടിൽ പീഡം കൊടുക്കരുത്. I am telling you. കുടിങ്ങ. നമസ്കാരം. അതൊക്കെ അങ്ങോട്ട് പറഞ്ഞാ മതി. ഇരിക്കൂ. മോളെ ഹോർലിക്സ്. എന്താ അത്ര വൈകിയത്? വൈകിയത് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ ജോലി കിട്ടിയോ? ഇല്ല. എന്നാ ഞാനൊരു ജോലി തരാം. ദിവസവും കാലത്ത് ഇവിടെ വരിക, ചെസ് കളിക്കുക, ഹോർലിക്സ് കുടിക്കുക, മടങ്ങി. എനിക്ക് തീരെ സുഖം തോന്നുന്നു. ഡോക്ടർ ബാലകൃഷ്ണൻ ഫോൺ ചെയ്യൂ. വേണ്ട, ഞാൻ നാളെ വരാം. എനിക്ക് കളിക്കാൻ നല്ല മൂഡ് തോന്നുന്നു. ഞാനൊന്ന് ക്ലബിൽ പോയിട്ട് വരട്ടെ. പോകുന്നത് കൊള്ളാം, നേരത്തെ വന്നേക്കണം. നിക്കടി അവിടെ. പൊന്നുമോൾ എവിടേക്കാ? അവന്റെ കൂടെ കറങ്ങാനല്ലേ? ഓടിയാത്ത ഓടി. മോക്ക് ചേർന്ന് അപ്പൻ. പേടിച്ചു പോയോ? ഇല്ല. ദേഷ്യത്തിലാണല്ലോ. അമ്മ തടുത്തിട്ടല്ലേ ഞാൻ കൂടെ വരാഞ്ഞത്? ഇപ്പൊ അനുവാദം കിട്ടിയോ? ഇല്ല, പുറവശത്തോടെ ഇറങ്ങി ഓടി വന്നു. ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ പെണ്ണെ പ്രേമിക്കാൻ നടക്കുന്നത്? ഇതിനൊക്കെ കുറച്ച് ധൈര്യം വേണം. അച്ഛൻ പാവമാ, പക്ഷെ അമ്മയെ പേടിച്ചേ പറ്റൂ. ആ, നിന്റെ അമ്മയല്ലേ? അതൊരു തരം ജന്തുവാ. ദേഷ്യമൊക്കെ മാറി മാറ്റാ. ഇത്ര പെട്ടെന്ന് കുട്ടികൾക്ക് ദേഷ്യം വരരുത് കേട്ടോ. നീ പോകുന്നോ ഇല്ലയോ? മരുന്ന് കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്നാൽ അത് തന്നെ നടക്കട്ടെ. ഓടി. എന്താ ഇവിടെ ബഹളം? മരുന്ന് കഴിക്കുന്നില്ല. സ്വപ്നെ, നീ എന്താ മരുന്ന് കഴിക്കാത്തത്? ആ മരുന്നിന് തരൂ. സ്വപ്നെ, ഇവിടെ വരൂ. നീ പൊയ്ക്കോളൂ. ഇവിടെ വരാനാ പറഞ്ഞത്. സ്വപ്നെ, സ്വപ്നെ, എന്താ ഇത്? അങ്ങോട്ട് നോക്ക്. എന്നോട് എന്തിനാ ദേഷ്യപ്പെട്ടത്? എനിക്ക് മരുന്ന് വേണ്ട, ഒന്നും വേണ്ട. ഞാനല്ലേ ദേഷ്യപ്പെട്ടത്? എന്നോട് ക്ഷമിക്കൂ. മരുന്ന് കഴിക്കുക. വേണ്ട. ഈ മരുന്ന് കുടിക്കേ. ഇന്ന് നമുക്ക് ഏത് സിനിമയ്ക്കാ പോകേണ്ടത്? How smart you are. നമുക്ക് സിനിമയൊക്കെ കണ്ടിട്ട് ചൈനീസിൽ പോയി സൂപ്പെല്ലാം കുടിച്ച് അവിടെ നിന്ന് ബീച്ച് വഴി കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ കറങ്ങി അതിലെങ്ങനെ വരാം. ആശാനെ, പ്രൊഫസർ, ലോട്ടറി കേസ് വരുന്നുണ്ട്. ആ കിളവിയല്ലേ, വരട്ടട. കിളവി മാത്രമല്ല, കൂടെ ഒരു ഫയൽമാനും ഉണ്ട്. വരട്ടെ. ആരാ പ്രൊഫസർ മാളവ്യ? ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഇവ മാത്രമേ എന്നെ പ്രൊഫസർ എന്ന് വിളിച്ചിട്ടുള്ളൂ. ഇപ്പൊ സാറും വിളിച്ചു. ഇരിക്കൂ. നിന്നോളൂ. അയ്യോ, കൈയാണോ മുഖമാണോ? അത് ഞാൻ നോക്കാറില്ല. താനീ കിളവിടെ കൈ നോക്കിയിട്ട് ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞു. അതെ. എന്നിട്ട് 50 രൂപ വാങ്ങിച്ചോ? വാങ്ങിച്ചോടാ.
തിരിച്ചോട് തിരിച്ചോട് നിന്റെ കൈ നോക്കാം ഒരു കാര്യം ഇതുപോലൊരു പ്രയോഗം എന്റെ അച്ഛൻ മാത്രമേ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ സാറ് ചായ കുടിക്കുന്നു. എന്നെ അടിക്കാനല്ല പറഞ്ഞ ആശാനെ അടിക്കരുതെന്ന്. അടിയുണ്ട നമുക്കും ശക്തി അയാൾക്കും. ഈ സ്ത്രീക്ക് ഇയാൾ 50 രൂപ കൊടുക്കാനുണ്ട്. അതിപ്പൊ തരുന്നല്ലേ? അയ്യോ ഞാൻ തരാം. വേണ്ട. ആശാനെ അടി ഒരുപാട് കിട്ടി. അയ്യോ അയ്യോ 2 പക അടിച്ചാ മതി, നീർവീഴ്ചെല്ലാം മാറും. കേൾക്കുന്നു. നിന്റെ കാലിൽ ചിലങ്കയുണ്ടോ? ഇല്ലല്ലോ. ഉണ്ട്.